നീ തോക്കാനായിട്ട് ജനിച്ചവനാ. വേണ്ട, കൂടുതൽ വർത്താനം പറയണ്ട. താന് മുട്ടയ്ക്ക് വിചാരി വെച്ചവനാ. അപ്പുകുട്ടാ, അപ്പുകുട്ടന്റെ അപ്പുകുട്ടാ, ആരാ അത്? അയ്യോ അവിടെ നിൽക്കാ. നീ അങ്ങോട്ടാ, ഞാൻ ഇപ്പൊ വരാം. ഒരു അർജന്റ് കാര്യമുണ്ട്. എടാ അപ്പുകുട്ടാ, ദാ, ദാ. ജീവനി കൊതിയുണ്ട് എന്നെ പറ. നീ എന്തിനാ ഓടിയത്? നീ എന്തിനാ ഓടിച്ചേ? എടാ ഞാൻ യാത്ര പറയാൻ വിളിച്ചതല്ലേ. ശരി, നമ്മൾ രണ്ടുപേരും കൂടെ ഒരു സ്ഥലത്ത് നിൽക്കുന്നതാണല്ലോ പ്രശ്നം. അതുകൊണ്ട് ഞാൻ പോയേക്കാം. അരച്ചുമൂട്ടി അപ്പുകുട്ടനെ തോപ്പിക്കാൻ തൈപ്പറമ്പിൽ അശോകമേനുവിന് കഴിയില്ല എന്ന് നീ ഇപ്പൊ മനസ്സിലാക്കിയില്ലേ? എന്നാലും നീ എന്നെ ആള് വിട്ട് അടിപ്പിക്കുന്ന സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. ഒരടവും ഫലിക്കാതെ വരുമ്പോ പൂഴിക്കടകൻ നീ കേട്ടിട്ടുണ്ടോ? അവസാനം ഞാൻ അവനെ ഇറക്കി. അല്ല, കേസ് കഴിയാതെ നിനക്ക് പോവാൻ പറ്റൂല്ലോ. പോലീസുകാർ നേപ്പാളി വന്ന് നിന്നെ പൊക്കും. അങ്ങനെ സംഭവിച്ചാൽ അതെന്റെ വിധിയാണെന്ന് ഞാൻ കരുതും. നീ സെൻട്രൽ ജയിലിലേക്ക് ഒരു വാഗ്ദാനം വേണ്ട. ഞാൻ കാരണം എന്റെ അച്ഛൻ പലരുടെ മുമ്പിൽ നാണം കെട്ടു. നാണം കിടണം. അയാൾ ഇനിയും നാണം ഇനി അദ്ദേഹത്തെ പ്രയാസപ്പെടുത്താൻ എനിക്ക് വയ്യ. അതുകൊണ്ട് ഞാൻ പോവാന്ന് തീരുമാനിച്ചു. നന്നായി. അടുത്ത ആഴ്ച ഞാൻ പോകും. പൊക്കോ. അതിനു മുമ്പ് നിന്നെ കണ്ട് യാത്ര പറയാൻ പറ്റില്ല. വേണ്ട. അതുകൊണ്ടാ നിന്നെ ഇപ്പൊ കണ്ട് യാത്ര ചോദിക്കാന്ന് വെച്ചത്. വാ. ഞാൻ പോകാം. അയ്യോ, പൊക്കോ. അരശമ്മൂട്ടിൽ അപ്പുക്കുട്ടൻ ഈ മലമൂട്ടി കടന്ന് ദമയന്തിയായിട്ട് ഷൈൻ ചെയ്യും. തൈപ്പറമ്പിൽ അശോകൻ അങ്ങ് മലമുകളിൽ നീപ്പാളിൽ അശ്വതിയായിട്ട് ഷൈൻ ചെയ്യാം. കേട്ടോ? ഞാൻ നേപ്പാളിൽ നിന്ന് വരുമ്പോ നിനക്ക് എന്താ കൊണ്ടുവരേണ്ടത്? ഗൂർഖയുടെ വേഷം നിനക്ക് നന്നായിട്ട് ചേരും. അത് മതിയോ? പിന്നെ ശ്രീബുദ്ധന്റെ പ്രതിമ, കമ്പിളി, തൊപ്പി എല്ലാം അവിടെ വില കുറച്ച് കിട്ടുന്ന പറയുന്നത്. എനിക്കൊന്നും വേണ്ട. അശോകേട്ടൻ പെട്ടെന്ന് ഇങ്ങ് വന്നാ മതി. നീ ഇത് വെച്ചോ. എല്ലാം വെച്ചിട്ടുണ്ട്. ഉണ്ണിയപ്പെന്ന് പറഞ്ഞാ കുട്ടിക്കൃഷ്ണന് ജീവനാ. ഇത് വല്ലതും അവിടെ കിട്ടുമോ? ദേ, കുട്ടിമാമയെ പോലെ ഏട്ടനും അവിടെ അങ്ങ് കൂടാന്ന് വിചാരിക്കരുത്. പെട്ടെന്ന് ഇങ്ങ് പോന്നേക്കണം. അമ്മയുടെ പക്ഷിശാസ്ത്രക്കാരൻ പറയാതെ എനിക്ക് ഇനി ഇവിടെ വരാൻ പറ്റില്ലല്ലോ. കളിയാക്കൊന്നും വേണ്ട. എല്ലാം അയാള് പറഞ്ഞതുപോലെ നടന്നില്ലേ? അശോക, ഇതിരിക്കട്ടെ. കുട്ടീഷനോട് കാശൊന്നും ചോദിക്കണ്ട. അഡ്രസ്സൊക്കെ എടുത്തല്ലോ. എല്ലാം ഇതിലുണ്ട്. കുട്ടീഷൻ എയർപോർട്ടിൽ കാത്തു നിൽക്കും. നിന്നെ കൊച്ചിലെങ്ങാണ്ട് കണ്ടതാ. ഇപ്പൊ കണ്ടാ തിരിച്ചറിഞ്ഞൊന്നും വരില്ല. അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചോളാം. എന്നാ ഇനി വൈകണ്ട. ശരി. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ മോനെ. ചെന്നുടനെ കത്തയക്കണം. ശരി.
ആരെയും കാണുന്നില്ല. ടാക്സി ടാക്സി ഏയ് ടാക്സി ദേ 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 कैप्टन के मेनोन कांदीपत काठमांडू मालूम 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 हाँ जी हाँ डिक्की ओपन डिक्की ठीक है साहब है ये इधर नहीं रख सकता अंदर रखना पड़ेगा मैम अंदर चेदाला अच्छा तुम रखेगा ടാക്സി ഞാൻ കയറിയില്ല ടാക്സി ടാക്സി ക്ഷമിക്കൂ ക്ഷമിക്കൂ സഹോദര ക്ഷമിക്കൂ ക്ഷമിക്കൂ എന്റെ അമ്മേ യോ എന്റെ പേഴ്സ് എന്റെ പെട്ടി എന്റെ ഡയറി കുട്ടിമാമ सर वन कैप्टन के मेनन का घर काठमांडू मालूम रिटायर्ड कैप्टन कुट्टी कृष्ण मेनन सर रिटायर्ड कैप्टन सर कुट्टी कृष्ण मेनन काठमांडू मालूम तिमी जाओ कैप्टन के मेनन सर रिटायर्ड कैप्टन तिमी जाइन्छ कि नहीं तिमी जाओ जाओ अब हटो सर एक्सक्यूज मी वन कैप्टन के मेनन कर काठमांडू कुट्टी कृष्ण मेनन मालूम सॉरी सर नहीं कैप्टन के स्वस्तपणे राम्रो छ कार चोरी तपाईँ काम गर्नुहोस् ഇവളെന്താ ഈ പറഞ്ഞോട് വന്ന് അയ്യോ അയ്യോ നാട്ടിൽ നിന്ന് മാറിയുന്ന ആളുകൾ കൂടി നിന്ന് ആദരിക്കും പോലും ഒരു പക്ഷിശാസ്ത്രം അവന്റെ ജ്യോത്സ്യം അവനെയൊക്കെ എന്റെ കൈ കിട്ടിയാൽ ഞാൻ താണ്ട ഇതുപോലെ അങ്ങോട്ട് പിഴിഞ്ഞ് നാശം എടാ അപ്പൊ നീ കള്ളനല്ലേ എന്റെ അമ്മ എന്റെ പേഴ്സ് ഭാഗ്യം അഡ്രസ് കിട്ടി നീ പിന്നെ എന്തിനാ എന്റെ ബാഗ് എടുത്ത് പോയ അഡ്രസ് കിട്ടിയല്ല നീ ആള് കൊള്ളാമല്ലോ നിനക്ക് വേണോ
क्यों? ഉണ്ണിയപ്പം, സ്മോൾ അപ്പം, ഏത് ഭാഷക്കാർക്കും തിന്നാം. നാ. നിന്റെ തലപോലെ ഇരിക്കുന്നല്ലേ? എന്താ എന്റെ പേര്? വാട്ട്സ് യുവർ നെയിം? तुम्हारा नाम क्या है? रिम्पोचे. Hmm? रिम्पोचे. റിംപോച്ച്. അതെന്ത് പോച്ച? റിം എന്ന് വെച്ചാ സൈക്കിൾ റിം, പോച്ച എന്ന് വെച്ചാ പുല്ല്. നിന്റെ രൂപവും നിന്റെ പേരുമായിട്ട് യാതൊരു ബന്ധവുമില്ലല്ലോ. നിനക്ക് ഞാനൊരു പേരിടാം. ഉണ്ണിയപ്പത്തിന്റെ തല പോലിരിക്കുന്നവൻ ഉണ്ണിക്കുട്ടൻ. ഉണ്ണിക്കുട്ടൻ. ഞാൻ അശോകൻ. നിനക്ക് അശോകേട്ടാന്ന് വിളിക്കാം. അശോകേട്ടൻ. अक्का सोटो. അശോകേട്ടൻ. अक्का सोटो. കേട്ടോ. ആ നേപ്പാളിയിൽ അങ്ങനെ വിളിക്കാം. ഉണ്ണിക്കുട്ടോ. अक्को सोटो. ഉണ്ണിക്കുട്ടോ. अक्को सोटो. ഉണ്ണിക്കുട്ടാ. अक्को सोटो. ഇന്നിനി ഇവിടെങ്ങാനും കൂടാം. കുട്ടിമാമ്മയുടെ അഡ്രസ് തിരഞ്ഞടന്ന് പാവപ്പെട്ട നേപ്പാളികളുടെ കൈക്ക് ജോലി ഉണ്ടാക്കണ്ട. അച്ഛാ ഹേ അച്ഛാ. ഒരു ചായ കുടിക്കാം. ചായ 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 പിയാ ചായ പിയാ ചായ ചായ. അച്ഛാ ഞാൻ പൈസ പൈസ. ഉണ്ണിക്കുട്ടാ, ഇതെവിടെ പോയി? ഉണ്ണിക്കുട്ടാ. अक्को सोटो. अक्को सोटो. സ്റ്റോപ്പ് 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 സ്റ്റോപ്പ്. അയ്യോ എന്തൊരു വലിയ വീട്. കുട്ടിമാമ. നല്ല കാശുള്ള ഏതോ നേപ്പാളി പെണ്ണിനെ കള്ളൻ അടിച്ചെടുത്തത്. തുറക്കും. കുട്ടിമാമ. ഛെ, അത്. കുട്ടിമാമ. ആ കുട്ടിമാമ. കുട്ടിമാമ. എന്താ എന്താണ് ഓർമ്മ? कोई मौला आ रहा था. കുട്ടിമാമ. ഭ്രാന്തനം. കുട്ടിമാമ. കുട്ടിമാമ. വിടറോ. ആരാ മനസ്സിലായില്ലോ? ഞാൻ അശോകൻ. അശോകനോ? കുട്ടിയമ്മ വളരെ ചെറുപ്പത്തിലല്ലേ എന്നെ കണ്ടിട്ടുള്ളൂ. അമ്മ കാര്യമൊക്കെ എഴുതിയിരുന്നില്ലേ? കുട്ടിയമ്മ എന്താ എയർപോർട്ടിൽ വരാത്ത? അതുകൊണ്ട് ഞാൻ എന്തൊക്കെ കഷ്ടപ്പെട്ടെന്നറിയോ? എന്റെ പെട്ടി പോയി ഭാഷ അറിയാൻ ഞാൻ ആകെ കഷ്ടപ്പെട്ടു. കുട്ടിയമ്മ. बानू को कौन से हो? ഞാനൊന്ന് ചോദിച്ചു മനസ്സിലാക്കട്ടെ ടോൾമ. നീ അടുക്കളയിലേക്ക് ചെല്ലേ. പാഞ്ചേമ്മൻ ചാവൂ. കുട്ടിയമ്മ, എന്റെ നേപ്പാളി മാമി ഇതുവരെ മലയാളം പഠിച്ചില്ലേ കുട്ടിയമ്മ? എന്റെ ഭാര്യയുടെ ഡീറ്റെയിൽസ് ഞാൻ പിന്നെ പറയാം. ഹു ആർ യു? തും കോൻ ഹോ? നീ ആരാണ്? നിനക്ക് എന്തുവേണം? വാട്ട് യു വാണ്ട്? ഞാൻ പറഞ്ഞില്ലേ ഞാൻ അശോകനാണെന്ന്. കുട്ടിയമ്മയുടെ സ്വന്തം ഏട്ടത്തിയുടെ മകൻ, രാഘവ മേനോന്റെ സുമതിയമ്മയുടെ മകൻ, തൈപ്പറമ്പിൽ അശോകൻ. അശോക. എന്താ? നിന്നെ അല്ലടാ മോനെ അശോക. അശോകന. കുട്ടിമാമ എന്നെ വിളിച്ചോ? അപ്പുക്കുട്ട, നീ ഇവിടെ നേപ്പാളില്ല? അപ്പുകുട്ടനെ ആരാ കുട്ടിമാമ ഇവൻ? അപ്പുക്കുട്ട, നീ വിളച്ചെടുക്കണ ഞാൻ ആരാണെന്നോ? താൻ പറഞ്ഞ സുമതി എടുത്തിയുടെ മകൻ അശോകനായി. അയ്യോ അല്ല കുട്ടിമാമ, ഇവൻ വസുമതി വല്യമ്മയുടെ മോനാ അപ്പുക്കുട്ടൻ. ഞാനാ അശോകൻ. നമ്മുടെ കുടുംബത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവൻ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ടോ? എന്താ അശോക ഇത്? അത് പിന്നെ ഈ ഫ്രാഡുകളുടെ ഒരു ടെക്നിക്കാണ്.
നമ്മുടെ കുടുംബ ചരിത്രത്തിന്റെ അറ്റവും മൂലം അറിഞ്ഞു വന്നിട്ട് നമ്മളെ ചീറ്റിയാൻ വന്നിരിക്കുകയാണ്. നേപ്പാളിലും പോലീസ് സ്റ്റേഷൻ ഉണ്ടെന്ന് പറഞ്ഞേരെ കുട്ടിമാമ. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. കുട്ടിമാമ ഇനി വെച്ച് താമസിപ്പിക്കണ്ട. വലിഞ്ഞേറി വന്ന ഒരു മലയാളി എന്ന നിലയ്ക്ക് ഒരു 200 നേപ്പാളി മണീസ് കൊടുത്തു വിട്. ഞാൻ പോയി പല്ലി വെച്ചിട്ട് വരാം. നീ ആരാണെന്ന് പറഞ്ഞില്ലേ നിനക്ക് തേക്കാൻ പല്ലുണ്ടാവില്ല. കുട്ടിമാമ 2 കൈ വെച്ച് വന്നിരിക്കുകയാണ്. ഇവന്റെ സഞ്ചി റിവോൾവറാണ്. വിളിക്ക് ആംബുലൻസിനെ. പോലീസിനെ. ഇവൻ എന്നെ തട്ടിക്കളയും. കുട്ടിമാമ തീവ്രവാദിയാണ്. അശ്വതി അടുക്കരുത്. ഇവൻ ഭ്രാന്തനാണ്. മാറുന്നില്ലേ? അശ്വതി ഇയാൾ ഇവിടെയും വന്നോ? മോള് ഇവനെ അറിയോ? ഇയാളാണ് ഇന്നലെ എന്റെ ഫ്ലാഷ് മോഷ്ടിക്കാൻ നോക്കിയത്. ഇപ്പോഴോ ഞാൻ പറഞ്ഞില്ലേ അമ്മ, ഇവൻ കള്ള റാസ്കലാണ്. അമ്മാവാ അങ്ങനല്ല അത്. അമ്മാവനെ ഇനി ഇതിൽ ഇടപെടണ്ട. ഞാൻ ഇവനെ കൈകാര്യം മാറിയില്ല. ആരിശുമുട്ടി അപ്പുക്കുട്ടനോട് കളിക്കരുത്. കളിച്ച കളി പഠിപ്പിക്കും. ഔട്ട്. ഇറങ്ങി ഔട്ട്. എന്റെ ബുദ്ധ ഭഗവാനെ, ശുദ്ധോദന മഹാരാജാവിന്റെ മകനായ അങ്ങ് സർവ സൗഭാഗ്യങ്ങളും രാജപദവിയും ഉപേക്ഷിച്ച് ഒരു രാത്രി ഭാര്യയോട് പോലും പറയാതെ കൊട്ടാരം വിട്ടിറങ്ങിയ ആളാണെന്ന് പണ്ട് എന്നെ സരസ്വതി ടീച്ചർ 5ാം ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്നെന്റെ ഗതി ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെ. ആർഭാടകരമായ ഒരു ജീവിതവും സ്വന്തം മുറപ്പെണ്ണും കൈവിട്ടുപോയ ഞാൻ അങ്ങേപ്പോലെ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങ് രാത്രിയിലാണ് കൊട്ടാരം വിട്ടതെങ്കിൽ ഞാൻ പകലാണെന്ന വ്യത്യാസമേ ഉള്ളൂ. അങ്ങ് സ്വമനശാലയാണ് എല്ലാം ഉപേക്ഷിച്ചിട്ട് ഇറങ്ങിയെങ്കിൽ എന്നെ അപ്പുക്കുട്ടൻ തള്ളി ഇറക്കിയതാണ്. ഞാൻ പറയുന്നത് ഭഗവാന് മനസ്സിലാവുന്നുണ്ടല്ലോ. അല്ലറ ചില്ലറ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ രണ്ടുപേരും അടിസ്ഥാനപരമായിട്ട് ജനമധ്യത്തിലേക്ക് ഇറങ്ങിയവരാണ്. ആ നിലയ്ക്ക് എന്നോട് ഭഗവാൻ കരുണ കാണിക്കണം. ആ അപ്പുക്കുട്ടനെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും പുറത്ത് ചാടിച്ചിട്ട് എനിക്കകത്ത് കയറാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരണം. അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിരുന്ന് ഞാൻ തപസ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഞാനും ആയിത്തീരും. നമ്മൾ തമ്മിൽ എന്തിനാ വെറുതെ ഒരു കോമ്പറ്റീഷൻ? ഉണ്ണിക്കുട്ടോ, നീ ഇന്നലെ രാത്രി എവിടായിരുന്നു? വീട്ടിൽ പോയില്ലേ? ഖർ നഹീം ജാത്ത? ആ എന്നാ നിനക്ക് വീടില്ലേ? ഖർ നഹീം എവിടെ? വേർ കിതർ? മലയുടെ മുകളിലോ? ഓ അവിടെ അല്ലേ? പിന്നെ നീ എന്താ വീട്ടിൽ പോവാത്ത? നിന്റെ പേരിൽ വേറെ ആരെങ്കിലും അവിടെ കയറി കൂടിയോ? എനിക്ക് വീട്ടിൽ പോകാനൊത്തില്ല. അപ്പുക്കുട്ടൻ എന്നൊരു പാര എനിക്ക് മുമ്പേ അവിടെ കയറി പറ്റി. ഇനി ആ കുരി കഴിയുന്നത് വരെ ഉണ്ണിക്കൂട്ടന്റെ കൂടെ ഓപ്പൺ എയറിൽ കഴിയാം. എന്താ മനസ്സിലായില്ലേ? പിള്ളേർ അത്രയും മനസ്സിലാക്കിയാ മതി. വാ നമുക്ക് തെരുവിലോട്ടിറങ്ങാം. ഇനി ഇറങ്ങി വാ. മതി ഒരുങ്ങിയത്. വാ വാ. ഇപ്പോഴാ നീ ശരിക്കും ഉണ്ണിക്കുട്ടനായത്. കടത്തിണ്ണെ കിടന്നാലും നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട് കിടക്കണം. ചത്ത് കിടന്നാലും ചമഞ്ഞു കിടക്കണമെന്ന് മലയാളത്തിലൊരു ചൊല്ലുണ്ട്. നിനക്ക് ഈ തൊപ്പി ചേരുന്നില്ല. നിന്റെ മുട്ടത്തലയാ നല്ലത്. വാ. കേരളത്തിൽ നിന്നൊരുത്തൻ വിമാനക്കൂലിയും കൊടുത്ത് നേപ്പാളിൽ വന്ന് ആൾമാറെടുത്തിടത്തിന്റെ കാര്യം എന്താ? മോഷ്ടിക്കാൻ. അല്ല എന്തിനാ? ചില കള്ളന്മാർക്ക് നേറ്റീവ് പ്ലേസ് മോഷ്ടിക്കുന്ന ഇഷ്ടമല്ല കുട്ടിമാമ. ഇവിടെ നിന്ന് മോഷ്ടിച്ച് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ ഡ്യൂട്ടി കൊടുക്കണ്ടേ അശോക? മോഷണ സ്ഥാനങ്ങൾക്ക് ഡ്യൂട്ടി ഇല്ല കുട്ടിമാമ. ഞാൻ ആകെ കൺഫ്യൂഷനില്ല. അവന് നിന്റെ അമ്മയുടെ ചായ തോന്നുന്നില്ലേ? എനിക്ക് തന്നില്ല എന്റെ അമ്മ ചായ. പിന്നെ അവന് ഏതായാലും സത്യമറിയാൻ സുമതിയേട്ടത്തിക്കൊന്ന് എഴുതുന്നുണ്ട്. അത് പറഞ്ഞപ്പോ നീ എന്തിനാ ഞെട്ടിയത്? കുട്ടിമാമയ്ക്ക് എന്നെ വിശ്വാസമില്ലല്ലോ എന്നോർത്തപ്പോ ഞാൻ ഞെട്ടി മാമ. നിന്നെ എനിക്ക് ഭയങ്കര വിശ്വാസമാണടാ. എന്നാലും അവൻ ആരാന്ന് അറിയണ്ടേ മോനെ? എന്തിനറിയണം? അതൊക്കെ അറിഞ്ഞ പ്രശ്നമാ. ലോകത്തുള്ള എല്ലാ കള്ളന്മാരുടെയും ജീവചരിത്രം അറിഞ്ഞാലേ അമ്മ വീണ്ടും പഴയ പോലെ പട്ടാളത്തോട്ട് പോകേണ്ടി വരും. അതുകൊണ്ട് അതിനെ കുറിച്ച് ഒന്നും അറിയണ്ട. ഇല്ല,
പ്രോമിസ് പ്രോമിസ്. ഗോഡ് പ്രോമിസ്. യെസ്. അശ്വതിയെ കാണുന്നില്ലല്ലോ കുട്ടിയോമ. അശ്വതി എന്തേ? അശ്വതി